പിന്നീട് അവരെ കാണുമ്പോൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വേദനയോടുകൂടി പറഞ്ഞ ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ പോകേണ്ടി വന്നതാണ്, ഈ പണി നിർത്തേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എണ്ണി വേണമെങ്കിൽ പറയാൻ പറ്റും. അന്നൊന്നും ഇങ്ങനെയുള്ള നമുക്ക് ഓർമ്മയുണ്ട്. പ്രവർത്തകർ നല്ല പ്രഭാഷകരും മുമ്പിൽ നിന്നിരുന്ന ആളുകളും ഭാരവാഹികളൊക്കെ ആളുകൾ. അപ്പം ഈ ഒരു വിഷയം ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ അതെല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ സഹായിക്കാൻ ആവശ്യമായ ഒരു വലിയ സംവിധാനം നമ്മൾ ആവിഷ്കരിച്ചതാണ് രണ്ടെണ്ണം. ഒന്ന് മുസായദയും അതുപോലെ മുസ്വയും. മുസ്വയിലൂടെ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, മുസായദയിലൂടെ. അപ്പോൾ ഇത്തവണ നമ്മൾ മുസായദയിൽ കുറച്ച് നേരത്തെ സൂചിപ്പിച്ച വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രവർത്തനം സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അപ്പോൾ അത് മുരളീശാബ്ദങ്ങൾക്ക് ഏറ്റവും സ്വപ്നമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ദിശാബ്ദങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് മാർഗരേഖ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ലൊരു ജനകീയ പിരിവ്, കാരണം ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് പണം കിട്ടും, പ്രവർത്തിച്ചാൽ മതി. അതിന് നമ്മുടെ ആപ്പും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഇന്നത്തെ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു കലക്ഷൻ നടത്തിയാൽ തരാനാണ്. ഗൾഫിൽ നിന്നും ഒരുപാട് പ്രവർത്തനം ചെറിയ തുക തന്നാലും പലതുള്ളി പരിപാടികളോടെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ വലിയൊരു പ്രവർത്തനം നടത്താതെ തന്നെ നമ്മൾ ഈ 5 ലക്ഷത്തിൽ ശരിക്കും 10 ദിവസം വലിയ പെരുന്നാളോടനുബന്ധിച്ചുകൊണ്ട് കാര്യം ചെയ്യുന്ന എത്രയോ ആളുകൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കണം. അതിൻ്റെ വലിയ കൺവെൻഷൻ യൂണിറ്റ് തലത്തിലേക്ക് ഇറങ്ങി യൂണിറ്റ് സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടതിൻ്റെ പ്രവർത്തനത്തിലുള്ള രൂപരേഖ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ മണ്ഡല സെക്രട്ടറിമാരെ മാത്രം ഉപയോഗപ്പെടുത്തി നടത്തി, പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിച്ചു. ഇനി യൂണിറ്റ് തലത്തിലേക്ക് ഇറങ്ങി നമുക്കതുകൊണ്ട് ഒരുപാട് പ്രയോജനം